എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാൻ നിങ്ങളിൽ ചിലർക്ക് പരിചയം കാണും എന്നെ. എൻ്റെ ചാനലിൻ്റെ പേര് കിർക്കൻസ് എന്നാണ്. എൻ്റെ പേര് വിനു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ലൈവിലും നമ്മുടെ ചാനലിലും ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഞാൻ ഈ കാണിക്കുന്ന ഫോട്ടോയിൽ ഈ സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്ന അതിൽ മെസ്സേജ് ഇട്ടിരിക്കുന്ന ഈ അശ്വതി എന്ന് പറയുന്ന ഐഡിയ ഉള്ള പെൺകുട്ടി നിങ്ങളിൽ ചിലർക്കെങ്കിലും പരിചയം കാണും. അപ്പോൾ അവളുടെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. കഴിഞ്ഞ 2.5-3 മാസത്തിന് മുന്നേ നമ്മുടെ ലൈവിൽ വന്നിട്ട് നമ്മളുമായിട്ട് പരിചയപ്പെട്ട് നല്ല രീതിയിൽ ഒരു കുഞ്ഞനീത്തിയെ പോലെ പരിചയപ്പെട്ട് നമുക്ക് നമ്മുടെ നമ്പരൊക്കെ വാങ്ങി എന്നും രാവിലെ മുതൽ ഇരുട്ടും വരെ സംസാരിക്കുന്ന ഒരു കുട്ടിയായിരുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി വിഭാഗത്തിൽ ഡോക്ടറാണെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. പല സമയത്തും ഇവളെ വിളിക്കുമ്പോഴെല്ലാം വീട്ടിൽ പട്ടി കുരയ്ക്കുന്നതും കോഴി കരയുന്ന സൗണ്ട് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇവള് നമ്മോട് പറഞ്ഞ എല്ലാം കള്ളത്തരമാണെന്ന് വൈകാതെ മനസ്സിലായി. കാരണം സിന്ധുവിന് ഒരു ദിവസം ഇതുപോലെ തൈറോയിഡിൻ്റെ റിസൾട്ട് അവൾക്കൊന്ന് ഇട്ട് കൊടുത്തു. ഇവള് ഡോക്ടറല്ലേ. അപ്പോൾ ഇട്ട് കൊടുത്ത സമയത്ത് ഇവള് പറഞ്ഞത് ഈ അശ്വതി എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞത്, ചേച്ചി തൈറോയിഡ് ഒരുപാട് കൂടുതലാണ്, ചേച്ചി ഇപ്പോൾ കഴിക്കുന്ന 250 ഡോസുള്ള മരുന്ന് തന്നെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സംശയം തോന്നിയിട്ട് നമ്മുടെ വീടിനടുത്തൊരു കൊച്ചുണ്ട്, അത് ഡെൻ്റലിന് പഠിക്കുകയാണ്, പല്ല് ഡോക്ടറാണ്, പഠിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ആ കുട്ടിക്ക് വാട്സാപ്പിൽ ഇട്ട് കൊടുത്തപ്പോൾ ആ കുട്ടിയുടെ പ്രൊഫസറിന് അയച്ചു കൊടുത്തിട്ട് എന്താണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് തിരിച്ച് പറഞ്ഞു തന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്, ചേച്ചി അത് കഴിക്കരുത്, തൈറോയ്ഡ് ചേച്ചിക്ക് കൂടുതലല്ല കുറവാണ്, തീരെ കുറഞ്ഞു പോയി. അങ്ങനെ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണിച്ചപ്പോൾ ആ 250 ഡോസേജുള്ള മരുന്ന് കഴിച്ചപ്പോൾ ഒരുപാട് കൂടുതലാണ്, ഇനി അത് കഴിക്കേണ്ട, ഡോസേജ് കുറച്ചുള്ള മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഡോക്ടർ എന്ന് പറഞ്ഞ അശ്വതി എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടു, നീ എവിടെ നിന്നാണ് ഈ ഡോക്ടറിൽ നിന്ന് പഠിച്ചത്? ഇവക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇവളെ സിന്ധുവിനെ അന്നേരം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഡോക്ടറൊന്നും അല്ലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ പോകണം, നിങ്ങളുടെ ലൈവിലും വരാറില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവൾ കള്ളിയാണ്, അവൾ പോട്ടെ എന്ന് പറഞ്ഞു. സിന്ധുവിൻ്റെ അടുത്ത് പറഞ്ഞു അവൾ ബ്ലോക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അന്നിങ്ങനെ പോയി. പിന്നീട് ഞാനൊരു ദിവസം കിച്ചീസ് എന്ന് പറയുന്ന കിച്ചീസിൻ്റെ ലൈവിൽ ഇരുന്നപ്പോൾ അവളെ വന്നിട്ട് പറഞ്ഞു, കിച്ചി ചേച്ചി ഞാൻ ഇനി കിർക്കൻസിൻ്റെ ലൈവിൽ പോവില്ല, ഞാൻ എല്ലാം നിർത്തി. ഞാൻ അന്നേരം അവളോട് പറഞ്ഞു, നീ ബോഡി നിന്നെ ആര് ക്ഷണിച്ചു എന്ന് പറഞ്ഞു. അവൾ അന്ന് പോയതാണ്. പിന്നീടുള്ള കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ലൈവിൽ ഒരു അസീസ് എന്ന് പറഞ്ഞൊരു വ്യക്തി വരുമായിരുന്നു. ആ അസീസ് എനിക്ക് വേണ്ടി നമ്മുടെ ഓൺ ലൈവിൽ നമ്പർ ഇട്ട് തന്നു. ഈ നമ്പർ ഇവളെടുത്തിട്ട് പുള്ളിയെ വിളിച്ച് സംസാരിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് വൈകിയാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം നമ്മളെ വിളിച്ച് പറഞ്ഞു, ചേച്ചി അസീസ് എന്ന് പറഞ്ഞ ആളില്ലേ നിങ്ങളുടെ ലൈവിലുള്ള, അയാൾ എന്നെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചു, ഇയാൾ എന്നെ കാണണം എന്നുള്ളതൊക്കെ പറഞ്ഞു. തൃശ്ശൂരുള്ളതാണ് ഇവർ രണ്ടുപേരും. അതിന് ഇവൾ പറഞ്ഞു, നമ്മളെ ഒരു അനീതിയല്ലേ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അയാളെ വിളിച്ചിട്ട് നല്ല രീതിയിൽ വഴക്കായി, അടിയല്ലാത്ത എല്ലാ രീതിയിലും വഴക്കായി. അപ്പം അവൾ കാരണം ഒരുപാട് പേരെ നമ്മൾ വിളിച്ചായിരുന്നു. കാരണം ഇവള് ഓരോ ദിവസം പറയുന്നത് എന്നെ ഓരോരുത്തർ വിളിക്കുന്ന ചേച്ചി നിങ്ങളുടെ ലൈവിൽ നിന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് ഇവൾ നമ്പർ ഇട്ട് നമ്മൾ അവരെല്ലാം വിളിച്ച് വഴക്ക് പറയുന്നത് എന്തിനാണ്, ഞാൻ ചോദിക്കുന്നതാണ്, എന്തിനാണ് നീ എൻ്റെ അനിയത്തിയെ നീ വിളിച്ചിട്ട് അനാവശ്യം പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വേണ്ടി പലരോടും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇവൾ ഇടയ്ക്ക് വെച്ച് നമ്മളിൽ നിന്ന് പിണങ്ങിപ്പോയി. നമ്മളത് ഇവളെ കാര്യമൊക്കെയില്ല. അവളെ ഓരോരുത്തരുടെ ജീവിതമല്ലേ, ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ആരോടോ നിൽക്കണം. നമ്മളിവളെ നാളിതുവരെ ഒരു അനിയത്തിയെ പോലെയല്ല മറ്റുള്ള രീതി കണ്ടിട്ടില്ല. ഞാൻ സിന്ധുവിൻ്റെ അടുത്ത് പറഞ്ഞു, സിന്ധു അവളെ ശരിയല്ല, അവൾ ഡോക്ടറല്ല എന്നുള്ള കാര്യമൊക്കെ എനിക്ക് വൈകാതെ മനസ്സിലായി. അതിൻ്റെ പേരിൽ ഇവളെ പിന്നെ നമ്മൾ വിളിക്കാനോ കോൺടാക്ട് ചെയ്യാനോ ഒന്നിനും പോയിട്ടില്ല. നമ്മൾ ഇവളെ ബ്ലോക്ക് ചെയ്തിട്ടില്ല, ഇവളും ബ്ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു 2-3 ദിവസം മുന്നേ ഈ കിച്ചീസിൻ്റെ ലൈവിൽ പോയിട്ട് ഇട്ടിരിക്കുന്ന ഒരു മെസ്സേജാണ്. ഇവിടെ തൊട്ടാണ് ഈ തുടക്കം വന്നിരിക്കുന്നത്. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഈ അശ്വതി എന്ന് പറഞ്ഞവൾ ഇട്ടേക്കുന്നേ, അവർ എൻ്റെ ലൈഫ് കളയാനാണ് നോക്കിയത് വിനുചേട്ടനും സിന്ധു ചേച്ചിയും. ഇങ്ങനെയാണ് തുടക്കം ലൈവിൽ. ഞാൻ ഇതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ചാനലിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടാണ്. ഏതോ അസീസിനെ വെച്ച് എനിക്കെതിരെ കളിക്കാൻ നോക്കുന്ന ചേച്ചി എന്ന് പറയുന്നു. അതിനുശേഷം അവർ പറയുന്നു ഞാൻ മിസ്റ്റർ അസീസിനെ വിളിച്ചു എന്ന്. അത് ഞാനിപ്പോൾ വായിച്ചു കാണുന്നത് കേട്ടോ. പിന്നീട് അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ഈ അസീസ് ഫുള്ളി ഫ്രോഡാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, ഈ അസീസ് എന്ന് പറയുന്ന ആൾ ഫുള്ളി ഫ്രോഡാണെന്ന് ഈ അശ്വതിയെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇന്നലെ നടന്ന ലൈവിൽ ഈ അശ്വതി എന്ന് പറഞ്ഞവൾ ഇട്ടിരിക്കുന്നതാണിത്. കിച്ചീസെ അസീസ് ഇക്ക നിരപരാധിയാണെന്ന്. ഇനി ബാക്കിയുള്ള തെളിവുകളും ഞാൻ തരാം.
നിങ്ങളുടെ പ്രശ്നം തീർന്നോ തീർന്നില്ല എന്നുള്ളത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി ഇടപെടേണ്ട ആവശ്യമില്ല. അയാൾ എന്നെ വിളിച്ചൊന്നല്ല പറഞ്ഞത്. പിന്നെ എന്താ ഇഷ്യൂ? എൻ്റെ ഫോണിലേക്ക് ആവശ്യമില്ലാണ്ട് മെസ്സേജ് ഇടത്തൊന്നും വേണ്ട. നിങ്ങൾക്ക് അങ്ങനെ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾ കേസ് ഫയൽ. ഡോക്ടർ ആരാ? ഡോക്ടറാണ് എന്നെ ഫസ്റ്റ് ഇങ്ങോട്ട് വിളിച്ചത്, അറിയോ? ഞാൻ മറ്റേ ലൈവിൽ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ലൈവിൽ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർ അമ്മോണ് എന്നെ ഫസ്റ്റ് വിളിച്ചത്, അറിയോ? ഞാൻ ഒരിക്കലും ഞാൻ പറയാനില്ല. ആ കോള് ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽ എൻ്റെ ഫോണിൽ എപ്പോഴും ഉണ്ടാവും. അത് മനസ്സിലാക്കിട്ട ബ്രോ. നീ പറഞ്ഞില്ലേ അച്ചുവിൻ്റെ അടുത്ത് നിങ്ങൾ തെറ്റായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അവളുടെ അടുത്ത് വല്ല തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു വോയിസ് എനിക്കൊന്ന് അച്ചുവിൻ്റെ ഡോക്ടറിൻ്റെ അച്ചുവില്ലേ, അവളല്ലേ എന്നെ ഫസ്റ്റ് കോൾ ചെയ്ത്. ആ ഒരു വോയിസ് എനിക്ക് എന്തായാലും കേൾപ്പിച്ചു തരണേ ബ്രോ, പ്ലീസ്. കാല് പിടിക്കാണ്. ഞാനും അച്ചു ഡോക്ടറായിട്ട് തെറ്റായിട്ട് വല്ല സംസാരിച്ചിട്ടുണ്ടോ? ആ വോയിസ് എനിക്കൊന്ന് കേൾപ്പിച്ചു തന്നാൽ മതി. എൻ്റെ വോയിസ് അവൾ വോയിസും കൂടി ഇട്ടില്ലേ? ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന വോയിസ് അല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? എനിക്ക് വേറെ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വോയിസ് കേൾക്കാൻ താല്പര്യമില്ല. ഇപ്പം ഈ ആണിൻ്റെ വോയിസ് കേട്ടില്ലേ? ഇത് അസീസിക്കയാണ്. ഇവള് അങ്ങോട്ട് ഈ അശ്വതിയെ അങ്ങോട്ട് വിളിച്ചു എന്ന് പറയുന്ന ഈ അസീസിക്കയാണിത്. അശ്വതി പറഞ്ഞിട്ടുള്ള ആളാണിത്. അന്ന് അങ്ങനെ പറഞ്ഞുള്ള ഒരു വോയിസ് ഇല്ലേ, ഞാൻ അവളോട് പറഞ്ഞൊരു വോയിസ് എന്നോടൊന്ന് വിട്ടുതരുമോ? കേൾക്കുന്നുണ്ടോ? ഇനി ഇത് ഞങ്ങൾ അശ്വതിയെ വിളിച്ച് ഈ അസീസ് നിന്നെ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ഈ അശ്വതി എന്ന ഡോക്ടർ നമ്മൾ കോള് വിളിച്ചതാണ് കേട്ടോ. കോള് വിളിച്ചതിൻ്റെ സാധാ ഫോണിൽ നിന്ന് കോള് വിളിച്ചത് ഞാൻ വാട്സപ്പിൽ റെക്കോർഡ് ചെയ്തതിൻ്റെയാണ്. ഇയാള് ചേട്ടനോട് അന്ന് ചേട്ടന് ചേച്ചി വിളിക്കുമ്പോ ചേട്ടനോട് ചേച്ചിയോട് സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയില് വാട്സാപ്പിൽ മെസ്സേജ് ഞാൻ ചോദിച്ചു, താൻ എന്തിനാ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തത്? തന്നെ ഉടനെ ഫോട്ടോ എന്തിനാ എനിക്ക് അയച്ചതെന്ന് ചോദിച്ചു. ഞാൻ അവിടെ കെട്ടാൻ പൊട്ടി നിൽക്കല്ലാന്ന് പറഞ്ഞു. എല്ലാണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എന്നെ ടെമ്പർ ചെയ്തിട്ടാന്ന് പറഞ്ഞു. വെച്ചിട്ട് പോണോ കൂടെന്ന് പറഞ്ഞു. ഞാൻ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുക്കും. തന്റെ അക്കൗണ്ട് മലത്തി അടിക്കാനുള്ള ഒരു ഹോൾഡ് എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ മിണ്ടാണ്ടിരിക്കുന്നതുകൊണ്ടാണോ തന്നെ പോലെയുള്ള ഫോണുകളൊക്കെ തലകേറി നിരങ്ങുന്നതെന്ന് ചോദിച്ചു. മാങ്ങി ഉണ്ടാവും, ചക്കി ഉണ്ടാവും, ചിലപ്പോ വേറെ വല്ലതൊക്കെ ഉണ്ടാവും. അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞു. ഇനി മേലെ ലൈവില് കയറിയിട്ട് എനിക്കെതിരെ എന്തെങ്കിലും റൂമർ ഉണ്ടാക്കി കഴിഞ്ഞാൽ താൻ എവിടെയാണെങ്കിലും വന്ന് പൊക്കി ഞങ്ങളടിച്ച് പൊളിക്കും, ഞാൻ ചവിട്ടി കൂട്ടി ചെന്നു പറഞ്ഞു. തന്നെ എന്താ അണരി കടിച്ചോന്നോ? അണരി കടിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ജീവനോട് ഇരിക്കുകയുടെ ഓള് അത് തനിക്ക് അറിയോ എന്ന് ചോദിച്ചു. അതെ, പറയുമ്പോഴേ പൊക്കിത്തരം പറയുമ്പോ കുറച്ച് താഴ്ത്തി പറയുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ അച്ഛനറിയാം ഞാൻ അവിടെ അഡ്മിറ്റ് ആയിട്ടില്ല? ഞാൻ പറഞ്ഞു ഞാനൊരു ഫോണ് കയറി കളിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുക്കും. ഞാൻ ഒരു ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും ഹാൻഡ് ഉള്ളതാ. എനിക്ക് അവിടെ ഹോസ്പിറ്റലിൽ അറിയാം, താൻ പറയുന്ന ഈ ജോബിലി മിഷനിലെ ഡോക്ടേഴ്സിനെ അറിയാം, എല്ലാവരെയും അറിയാം. അപ്പൊ ഞാൻ ആ വഴി അന്വേഷിച്ചപ്പോ പറഞ്ഞ് ഇങ്ങനെ ഒരാൾ അഡ്മിറ്റ് ആയിട്ടില്ല. അഥവാ ഇത് ബാക്കിയുള്ളത് ഇവിടെ പറയുന്നത് ഇവള് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഡോക്ടറാണെന്നും ഡോക്ടർ വിഭാഗത്തിലൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുന്നതാണെന്നും. ഇവള് ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഈ സംഭവം മൊത്തം എനിക്ക് ക്ലിയർ ആയത് ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വിളിച്ചിരുന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വിളിച്ചിട്ട് ഞാനിങ്ങനെ ചോദിച്ചു കാർഡിയോളജി ജോലി ചെയ്യുന്ന ആളുണ്ടോ എന്ന്. അപ്പം അവിടുത്തെ അവർ പറഞ്ഞു അങ്ങനെ ഒരാളില്ല, ഡോക്ടർമാരുണ്ട്, പക്ഷെ നമ്മളെ ഉദ്ദേശിക്കുന്ന ആൾ അവിടെ ഇല്ല. ഫോൺ നമ്പർ കൊടുത്തിട്ടാണ് പറഞ്ഞത്. അപ്പം ഈ അശ്വതി പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഫോൺ നമ്പർ ആശുപത്രി ചോദിച്ചു കഴിഞ്ഞാൽ അവളൊരു അബദ്ധത്തിൽ പറഞ്ഞാണെന്ന്. എൻ്റെ ഫോൺ നമ്പർ ആ ആശുപത്രിയിൽ എന്താണ് ലീഗലായിട്ട് കൊടുത്തിട്ടുള്ളതാണ്, ആർക്ക് വേണമെങ്കിലും വിളിക്കാം, അങ്ങനെ ആയിരിക്കും ഇയാളും വിളിച്ചതെന്നാണ് പിന്നെ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ് ഞാൻ ആ ആശുപത്രി വിളിച്ച് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ് ഈ നമ്പറിലുള്ള ഒരു ഡോക്ടറും ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവളുടെ വാട്സാപ്പ് ഡി പിയിൽ ഇവിടെ ഫോട്ടോ ഒരു തവണ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പക്ഷേ അബദ്ധത്തിലാണ്ട് ഇവൾ വാട്സാപ്പിലെ ഡി പിയിൽ ഒരു ദിവസം ഇട്ടിട്ട് ഒരു 5 മിനിറ്റിനകം നമ്മൾ അവിടെ ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇവളെ ഞാൻ കണ്ടു, പക്ഷേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് എങ്ങനെയുണ്ടെന്ന് മിസ്സായിപ്പോയി. പക്ഷേ നമ്മൾ ഗൂഗിൾ വഴി നോക്കിയപ്പം ഇങ്ങനെ ഒരാളില്ല. ഞാൻ കണ്ട ഒരാൾ ആ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ കാർഡിയോളജി ലിസ്റ്റിൽ അങ്ങനെ ഒരാളില്ല. ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ അശ്വതി നന്ദു എന്ന് പറഞ്ഞ ഒരാളെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്നും അവൻ്റെ നമ്പർ നമുക്ക് നേരത്തെ തന്നിരുന്നു. അതൊരു ഈശ്വരാനുഗ്രഹം പോലെ നമുക്ക് നേരത്തെ തന്നെയാണ്. ഇനി ഈ അശ്വതി എന്ന സ്വയം ഡോക്ടറാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവൾ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പല ലൈവിലും പറഞ്ഞിട്ടുണ്ട്. നന്ദു ഇവളെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ തരാം. ചേട്ടാ ചേച്ചി, എനിക്കറിയാം. ഞാൻ ഒരു പരിചയം എന്ന് വെച്ചാൽ 3-4 മാസം 4-5 മാസത്തെ ഒരു പരിചയമുള്ളൂ. ഈ പരിചയത്തിനിടയ്ക്ക് നമ്മള് പാവങ്ങളല്ലേ, എന്തായാലും ഒരു തോന്നി എങ്ങനെ പറഞ്ഞ് ഇങ്ങോട്ട് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നോക്കാം, നമുക്ക് നാട്ടിൽ വരട്ടെ. ഇത് പിന്നെ കയറി അതങ്ങ് കൊണ്ട് വായി വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ റൂമിലുള്ള ഒരുത്തൻ പിന്നെ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ ഇങ്ങനെ ചാറ്റുന്നു. അപ്പോൾ ഞാൻ കറക്റ്റ് അവനോട് നോക്കി പോണം, അവളൂടെ ഞാൻ ഇത് ആരടാ എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ് എന്നും പറഞ്ഞിട്ട് അവനോട് കിടന്ന് ഫിസിക്കലായിട്ട് ചാറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് പിന്നെ ആരായി? ഞാനപ്പോഴും ഞാൻ ഇവളോട് ചോദിച്ചു, നീ പലരോടെ ഇങ്ങനെ ചാറ്റുന്നത് എന്തിനാ? അപ്പൊ ഞാൻ എല്ലാം നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഡോക്ടറാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നീ എവിടുത്തെ ഡോക്ടർ, ഏത് പിന്നെ ഹോസ്പിറ്റലാ? അപ്പൊ ഏതോരു ഹോസ്പിറ്റലിലെ പിന്നെ പേര് പറഞ്ഞിട്ട് ഒരു റൂമിന്റെ ചെയറൊക്കെ കാണിച്ചു. ഞാനിവിടെ ഇരിക്കുന്നത് എൻ്റെ ക്യാബിലാണ്. ഈ ക്യാബിലാന്ന് പറയുന്നത് എന്നും വീട്ടിലുണ്ട്, എന്തോ പിന്നെ ലീവ് എടുത്തിരിക്കുവോ, ചുമ്മാ കള്ളമാണെന്നേ. ഇതൊക്കെ നമുക്കറിയാം, നമ്മളിവിടെ പിന്നെ ഒരുപാട് പേരെ കണ്ടും പരിചയപ്പെടുന്നതൊക്കെ അല്ലേ. അപ്പൊ ഞാനിപ്പോ ഇന്നലെ മുതൽ വായി വരുന്നതൊക്കെ അങ്ങ് പറയാം. ഞാൻ പറയും നിന്റെ കാര്യം നോക്കി പോകാൻ പറഞ്ഞിട്ട്. അമ്മക്കെന്ന് വെച്ചാൽ എനിക്ക് വീട്ടില് അമ്മയുണ്ട്, ചേട്ടനുണ്ട്, പിന്നെ അവരൊരു കൊച്ചിനെ നോക്കുക, മാമന്റെ മോള് തന്നെ നോക്കി ഇരിക്കുന്നു. അപ്പൊ അത് ഞാൻ ഇപ്പൊ നാട്ടിൽ ചെന്നിട്ട് എന്തോന്ന് വെച്ചാൽ പറഞ്ഞിട്ട് നോക്കാന്ന് വിചാരിച്ചു. ഞാൻ കണ്ടിട്ടൊന്നുമില്ല അവിടെ. അങ്ങനൊക്കെ ഇരിക്കുക. ഇനിയിപ്പോ ഇല്ല, ഞാനിപ്പോ ബ്ലോക്ക് ചെയ്ത് കളയാൻ പോണു. ഞങ്ങളോട്ട് യാതൊരു ബന്ധം വേണ്ട. ഇപ്പൊ അതുമല്ല, ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാല് ഇവിടെ ഒരുത്തൻ്റെ കൂടെ താമസിക്കുമായിരുന്നു. അപ്പൊ എന്നോട് ഞാൻ ആദ്യം ചോദിച്ചത് ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇതെന്റെ ആങ്ങളെയാ എന്ന് പറഞ്ഞു. ജോമോനാ. അപ്പൊ അവനൊരു പെണ്ണൊക്കെ ഉണ്ട്. അങ്ങനെ ഇവര് തമ്മിൽ സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിൽ കൂടെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇന്നിപ്പോ ഒരു ദിവസം ഇവര് അമ്മയായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു അവള് പിന്നെ അവന്റെ അടുത്ത് നിന്ന് പോരുന്നു, അവന്റെ കൂടെ പിന്നെ ആയിരുന്നു അവള്. ഇനി അങ്ങനെ പോകത്തില്ലെന്ന്, മറ്റൊരുത്തിന്റെ കൂടെ പോയി കിടക്കുമായിരുന്നു. അതൊക്കെ കണ്ടപ്പോ പിന്നെ ആരാ പോകുന്നത് കുട്ടികൾക്ക് ഞാൻ വിട്ടേട്ടാ. ഇനിയില്ലേ, ഞാൻ പരിപാടി ആ സബ്ജക്റ്റ് നിർത്തി. ഞാനിപ്പോ അടുത്ത മാസം നാട്ടിൽ വരാനായിട്ട് നോക്കുക. മോനെ, ഞാനൊരു കാര്യം കൂടെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞാൽ, ഇവള് ഡോക്ടറല്ല, ഇവള് ഒരു രീതിയിലും ഡോക്ടറല്ല. ഇവക്ക് ഡോക്ടറിന്റെ പരിപാടിയില്ല, ഇവക്ക് മറ്റുള്ള രീതിയിലുള്ള പരിപാടിയുള്ളൂ. ഇവക്ക് ആണുങ്ങളെ മൊത്തം കണ്ണ് പറഞ്ഞ നമ്പർ വിളിക്കുക, പൈസ മേടിക്കുക, ഉടായ്പത്രമായിട്ട് ഇതൊക്കെ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും ഇവള് നമ്മുടെ വാട്സാപ്പ് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇവൾക്ക് അസീസിന്റെ വോയിസ് ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തപ്പോൾ നമുക്ക് അതിനൊന്നും മറുപടിയില്ല. അവൾ പറയുന്ന രാവിലെ മെസ്സേജ്, നിങ്ങളുടെ പാടെ നിങ്ങൾ എന്ത് വെള്ളം ചെയ്യാൻ. ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ടേക്കുന്നുണ്ടോ അശ്വതി എന്ന് പറഞ്ഞിട്ടേക്കുന്നുണ്ടോ? അവള് കിച്ചീസിന്റെ ലൈഫ് പറഞ്ഞു, അവർ എന്റെ ലൈഫ് കളയാനാ നോക്കിയത് വിനുചേട്ടനും സിന്ധു ചേച്ചിയും. ഇവളെ കൊണ്ട് ഞാൻ ഇതിന് മറുപടി പറയിപ്പിക്കും. നന്ദു, ഞാനൊരു യൂട്യൂബറാണ്, ഇത് എന്റെ ചാനലിൽ പോസ്റ്റ് എടുത്തിടും, നിന്റെ പേരൊന്നും എങ്ങും വരത്തില്ല, അതുകൊണ്ട് നീ അത് പേടിക്കണ്ട കേട്ടോ. ഇവളുടെ ഇല്ല ഏട്ടാ, ഞാൻ അവളെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോ ഒരു പരിപാടിയില്ല, മിണ്ടത്തുമില്ല, ഒന്നുമില്ല. ഇന്നത്തോടെ നിർത്തി. പിന്നെ എന്തുകൊണ്ട് സുഖമായിട്ടൊക്കെ പോകുന്ന ചോറ്? ഇത്രയാണ് ഈ അശ്വതി എന്ന് പല ലൈവിലും ഡോക്ടർ എന്ന് ചമഞ്ഞ് പോകുന്നവൾ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞവൾ പറഞ്ഞു നടക്കുന്നത്. ഇനി ആ പക്ക ഫ്രോഡ് അശ്വതി ഈ പറഞ്ഞ നന്ദുവുമായിട്ട് 2 ദിവസം മുൻപ് കല്യാണം കഴിഞ്ഞു എന്ന് കിച്ചീസിൻ്റെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തെളിവ് വേണോ നിങ്ങൾക്ക്? ഞാൻ തരാം. നന്ദുവിൻ്റെ പേരാണ് അവളവിടെ പറഞ്ഞേക്കുന്നത് കിച്ചീസിൻ്റെ ലൈവിൽ. 2 ദിവസം മുന്നേ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ 2 പേരും കല്യാണം കഴിഞ്ഞു എന്നാണ് അവൾ ആ കിച്ചീസിൻ്റെ ലൈവിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഈ കിച്ചീസ് എന്ന് പറഞ്ഞ് ഞാൻ മേലൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല ചാനലിൻ്റെ ഉടമസ്ഥ തന്നെ വിളിച്ചായിരുന്നു. ഇപ്പം കിച്ചീസ് തന്നെ വിളിച്ചായിരുന്നു. ഞാൻ കിച്ചീസിൻ്റെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട്. ഇനിയെങ്കിലും അവളെ ഒരു ലൈവിലായല്ല ഒരാളുടെ ജീവിതം അവിടെ ഇങ്ങനെ തകർക്കാൻ നിൽക്കരുത്. ഇനി ഈ കാര്യം അറിഞ്ഞപ്പോൾ നന്ദു പറഞ്ഞതാണ്, ഈ കല്യാണം കഴിഞ്ഞോ എന്ന് പറഞ്ഞപ്പോൾ നന്ദു പറഞ്ഞ കാര്യമാണ്. ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ 2 ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞെന്ന് പറയാനുള്ള മക്കൾ ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കണേ, ഉള്ള ധൈര്യം. കാരണം ഞാൻ ഇവിടെ കിടക്കുന്നു, അവള് നാട്ടിൽ നിൽക്കുന്നു, എന്നിട്ട് 2 ദിവസം മുമ്പ് നമ്മുടെ കല്യാണം കഴിഞ്ഞെന്ന് പറയുന്നു. അവക്ക് ഭ്രാന്തം കണ്ട. ഈ അശ്വതി എന്ന് സ്വയം ഡോക്ടർ എന്ന് പറയുന്നവരുടെ സ്വഭാവം നന്ദു പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്ക്. ചേട്ടാ, അവൾ ഇത്ര ഫ്രോഡാണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല.
പറഞ്ഞില്ല. കാരണം നമ്മൾ വലിയതായിട്ട് അങ്ങോട്ടൊന്നും തിരക്കാനൊന്നും ഇറങ്ങിയില്ല. കാരണം അവരുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു വരട്ടെ, ഞാൻ വന്നിട്ട് നമുക്കെന്താ വെച്ചാൽ ആലോചിക്കാം. അപ്പോൾ എന്നെ ഇഷ്ടമാണെന്ന് വെച്ചാൽ പറഞ്ഞ് ഇഷ്ടക്കുറവൊന്നും ഇല്ലെന്ന് പറഞ്ഞു എനിക്ക്. ഇങ്ങനെ എന്നിട്ടാണ് പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ചാറ്റിങ് കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. ഇതെല്ലാം പറഞ്ഞ് ഓരോന്ന് നിർത്തി അവളെ നേരെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. പിന്നെ നമുക്കുള്ള സംസാരത്തിലങ്ങ് മാറ്റം വന്നു. പിന്നെ എന്തോ പറയുന്നതെന്നൊന്നും അറിയാൻ വയ്യ. നമുക്കെന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും അവരുടെ കാര്യങ്ങൾ നോക്കാൻ സമയമുണ്ട്. നമ്മളിവിടെ വന്നിടന്ന് കഷ്ടപ്പെടുന്നത് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയിട്ട് പിന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കാനാ. വന്നിട്ട് 3-3.5 കൊല്ലമായി, ഇതുവരെ നാട്ടിൽ വന്നിട്ടില്ല. പിന്നെ ഈ അടുത്ത മാസമെങ്കിലും വരണമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു കുരുകൾ. ഇപ്പൊ ചുമ്മാ എന്തൊരു നുണയാ പറയുന്ന അറിയാമോ? ഇതുപോലെ നുണ പറയുന്ന ഒരു പാട്. ഇനിയില്ല, ഞാൻ ഇപ്പം രാവിലെ മറ്റന്നോട് ഇന്നലെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് രാവിലെ ബ്ലോക്ക് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു, ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ പിന്നെ ഏത് ഫേക്ക് ഐഡി എടുത്ത് ആരോട് വേണമെങ്കിലും ചാറ്റിക്കോ, എനിക്കത് പ്രശ്നമില്ല. പക്ഷെ എൻ്റെ കാര്യങ്ങൾ അതിൽ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ പിന്നെ കുട്ടു ഇത് ഞാൻ ഇത്രയുമാണ് നടന്നിരിക്കുന്നത്. ഇത്രയും ഞാനിങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എടുത്തുകൊണ്ട് വന്നത് എന്തിനാണെന്നറിയോ? സത്യം മനസ്സിലാക്കണം. എൻ്റെയും ഈ കിർക്കൻസിൻ്റെ പേരും സിന്ധുവിൻ്റെ പേരും വെച്ചിട്ട് പല ലൈവിൽ പോയിട്ട് ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ പറയുന്നുണ്ട്. ഇവളെ ഞാനും എൻ്റെ സിന്ധു ഉണ്ടല്ലോ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഓരോ പ്രശ്നങ്ങൾ പറയുമ്പം നമ്മൾ ആശ്വസിപ്പിക്കാറേ ഉള്ളൂ. എൻ്റെ ലൈവിൽ സ്ഥിരം വരുന്ന കുട്ടികൾക്കെല്ലാം അറിയാം ഞങ്ങൾ എങ്ങനെയാണെന്ന്, ഏത് രീതിയിലാണ് നിൽക്കുന്നതെന്നുള്ളത്. കാരണം ഇന്നലെയും അവൾ ഈ കിച്ചീസിൻ്റെ ലൈവിനെ അല്ല കിച്ചീസിൻ്റെ ചാനലിനെയോ ഞാൻ മറ്റൊരു രീതിയിലും മോശപ്പെട്ട് ചിത്രീകരിക്കുകയോ ഒന്നുമല്ല. കാരണം സത്യം കിർക്കൻസിൻ്റെ ചാനലിനെ പറ്റിയ അബദ്ധം നമുക്ക് തെളിയിച്ചെടുത്തേ പറ്റുള്ളൂ. ഒരു മോശപ്പെട്ട രീതിയിൽ ഓരോരുത്തരുടെയും പോയി ഇവിടെ പറയുന്നതിൻ്റെ ഒരു തെളിവാണ് ഞാനിവിടെ നിർത്തിയത്. നിങ്ങൾക്ക് പലർക്കും തോന്നുന്നു ഞാനിത് എൻ്റെ സ്വന്തം താല്പര്യം കൊണ്ട് എടുത്തതാണ്. അല്ല, സിന്ധുവിൻ്റെ എന്നെ അറിയാവുന്ന ആൾക്കാരുടെയും താല്പര്യം കൊണ്ട് ഞാൻ എടുത്തിട്ടാണത്. അവളെന്തോ പറഞ്ഞ് നടക്കട്ടെ എന്നുള്ള രീതിയിൽ എനിക്ക് വിടായിരുന്നു. പക്ഷേ ഞാനത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് അത്രയും ക്ഷമയില്ല. ഇനിയും ഈ ഇത്തരത്തിലുള്ള പരിപാടി ചെയ്യാമെങ്കിൽ ഞാൻ നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് കൊടുക്കും, മാനനഷ്ടത്തിന് കംപ്ലയിൻറ്റ് കൊടുക്കും. ഇവളത് മനസ്സിലാക്കണം. ഇവളെ നമ്മൾ ഒരു രീതിയിലും ടോർച്ചർ ചെയ്യുന്നില്ല, ഒരു ലൈവിലും പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഒരാളോടും കൂട്ടുകൊള്ളെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ കിച്ചീസിൻ്റെ ലൈവിൽ ഇവിടെ പോയിരിക്കണമെങ്കിൽ എൻ്റെ ലൈവിൽ വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന കിച്ചീസിനെ ഞാൻ ഇവളടുത്ത് പറഞ്ഞു, എടി അശ്വതി നീ കിച്ചീസിനെയൊക്കെ കൂട്ടാക്കി വെച്ചോ, നിനക്ക് നമ്മൾ ലൈവ് ഇടാത്തപ്പോൾ അവിടെ പോയിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് കൂട്ടാക്കി വിട്ടതാണ്. അല്ലാതെ ഇവരെ നേരത്തെ പരിചയമുള്ളവരല്ല. കിച്ചീസിൻ്റെ ചാനലിനെ പറ്റി ഞാൻ ഇട്ടിരിക്കുന്ന ഈ വീഡിയോ കിച്ചീസിൻ്റെ ചാനലിനെ ബാധിക്കുന്നതല്ല. ഞാൻ ഇൻവോൾവ് ആക്കിയിരിക്കുന്നത് ഈ അശ്വതി എന്ന് സ്വയം ഡോക്ടറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവളെ മാത്രമാണ്. ഈ എല്ലാവരോടും പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരുടെ പലരുടെയും ലൈവിൽ ഇവൾ വരാറുണ്ട്. അപ്പം നിങ്ങൾ ഈ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ഇത് നിങ്ങളെക്കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ആക്കണം കേട്ടോ. കാരണം നിങ്ങളുടെയൊക്കെ ലൈവിൽ ഡോക്ടറാണെന്ന് പറഞ്ഞ് ഈ അശ്വതി വരും. വന്നിട്ട് അവിടെയുള്ള ആണുങ്ങളെയൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചിട്ട് അവരുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ച് അവരുടെ നമ്പർ മേടിച്ചിട്ട് നിങ്ങളിതും ചിലപ്പോൾ നമ്പർ മേടിക്കും. ഇവളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ ജീവിതം തകർക്കുക, പിന്നെ പൈസ വാങ്ങുക. ഇതാണ് ഇവളുടെ ഉദ്ദേശം. ഇവൾ പക്കാ ഫ്രോഡ് എന്ന് പറയുന്ന ഈ നന്ദു ഇല്ലേ, ഈ നന്ദുവിൻ്റെ നമ്പർ തന്നതും ഇവളാണ്. ഇവൾ പറഞ്ഞേക്കുന്നതൊക്കെ കാര്യം ശരിയാണ്. നന്ദു എന്ന് പറഞ്ഞ ആളുണ്ട്. ഇവൻ ഗൾഫിലാണ്, വെളിയിലാണ് കേട്ടോ, സൗദിയിൽ എവിടെയാണ് കറക്റ്റ് എനിക്കറിയില്ല. അവൻ എവിടെയാണെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ ഓർക്കുന്നില്ല. ഇവളാണ് ഞാൻ പറഞ്ഞില്ല, ദൈവത്തിൻ്റെ ഒരു കയ്യപ്പോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു തെളിവെന്ന് പറഞ്ഞ് തന്നെയാണ് ഇവളത്. ഇത് അവളത് ഓർക്കുന്നില്ല. ഈ നന്ദു എന്ന് പറഞ്ഞവൻ്റെ നമ്പർ നമ്മുടെ ഉണ്ടെന്ന് ഓർക്കുന്നില്ല. ജസ്റ്റ് ഇത്രേ ചോദിച്ചുള്ളൂ, മോനെ അശ്വതി എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ തന്ന വോയിസാണിത്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിച്ചല്ല ഇത്. മനസാക്ഷിയുടെ മുന്നിൽ നിന്നും ദൈവത്തിൻ്റെ മുന്നിൽ നിന്നും സത്യത്തിൻ്റെ മുന്നിൽ നിന്നും കിർക്കൻസിലെ വിനുവാ പറയുന്നത്. നമ്മൾ ഇവളോടൊരു തെറ്റും ചെയ്യാൻ പോയിട്ടില്ല. ഇവൾ നമ്മളറിയാതെ മറ്റ് പല ലൈവിലും പോയിട്ട് നമ്മുടെ കിർക്കൻസിൻ്റെ ചാനലിൻ്റെ പേരും എൻ്റെ പേരും അവളുടെ പേരും വെച്ചിട്ട് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ എന്നോട് സ്നേഹമുള്ള ഞാൻ കിച്ചീസിൻ്റെ ലൈവിൽ പോയിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതല്ല മേളിൽ കാണുന്നത്. നിങ്ങൾ എന്നോട് സ്നേഹമുള്ള ആൾക്കാർ എനിക്ക് അയച്ചു തന്നെയാണ് ഇതൊക്കെ. നിങ്ങൾക്കറിയോ, എന്നോട് സ്നേഹമുള്ള ആൾക്കാർ എനിക്ക് അയച്ചു തന്നെയാണ്. അവളെ പക്കാ ഫ്രോഡാണെന്ന് അറിയുന്ന ആൾക്കാർ എനിക്ക് അയച്ചു തന്നെയാണ്. ഈ ഇട്ടിരിക്കുന്ന വീഡിയോ അവളും കാണണം. കാരണം അവൾക്ക് ഇത് ലാസ്റ്റിലത്തെ ഒരു വാർണിങ്ങും അവൾക്ക് രക്ഷപ്പെടാനുള്ളൊരു എൻ്റെ ഒരു മറുപടിയാണിത്. അശ്വതി, നീ ഇത് കാണുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നിന്നെ കാണിക്കും, ഞാനിത് ഷെയർ ചെയ്ത് നിന്നെ കാണിക്കും. നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ്. മേലിൽ കിർക്കൻസിനെ ചൊറിയാൻ വരരുത്. മനസ്സിലായിട്ടുണ്ടല്ലോ?
നീ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ നിൻ്റെ കൂട്ട് ഫ്രോഡല്ല നമ്മൾ നേരെ വാ നേരെ പോ, അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. കിർക്കൻസിൻ്റെ ചാനലിലുള്ള ഞങ്ങളെ ചൊറിയാൻ വന്ന നിനക്ക് പിന്നെ നിന്ന് തിരിയാൻ സമയം കാണത്തില്ല. ഇത് ഇത്രയും കേൾക്കാനും കാണാനും നമ്മളോട് സഹകരിക്കാനും നമ്മുടെ കൂടെ നിന്ന് സഹകരിക്കാനും കാണിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ക്രിക്കൻസിൻ്റെ പേരിൽ നന്ദിയുണ്ട്. ക്രിക്കൻസിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ക്രിക്കൻസ് ആരുടെയും ചാനലിൽ പോയിട്ട് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാൻ പോയിട്ടില്ല, പോകത്തുമില്ല. എല്ലാവരുടെയും ചാനൽ നല്ല രീതിയിൽ ഇരിക്കണമെന്ന് കരുതിയിട്ട് ക്രിക്കൻസ് ഓരോരുത്തരെയും ചാനലിൽ പോയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇല്ല എന്ന് ആരെങ്കിലും ഇവിടെ പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ ഈ ചാനൽ നിർത്താം.